കടം കൊടുക്കരുത്. ബിസിനസ്സിൽ കടം കൊടുക്കുകയേ ചെയ്യരുത്. കടം കൊടുത്താൽ നമ്മൾ മുടിയും. കാരണം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, കടം കൊടുത്തവനാണ് നമ്മളുടെ പ്രോഡക്റ്റിന് ഏറ്റവും കൂടുതൽ കുറ്റം പറയുന്നത്. പലപ്പോഴും കാശ് കൊടുത്ത് വാങ്ങിച്ചത് ഉപയോഗിച്ചതൊന്നും ഇത്രയും കുറ്റം പറയത്തില്ല. പക്ഷേ കടം കൊടുത്തവനോട് നമ്മൾ കാശ് ചോദിച്ചാൽ അപ്പൊ പിന്നെ ആ പ്രോഡക്റ്റിന് ഇല്ലാത്ത കുറ്റങ്ങളൊന്നും ഇല്ല, അങ്ങനെയായിരുന്നു ഇങ്ങനെയായിരുന്നു, ഒരുപാട് കുറ്റങ്ങൾ അങ്ങോട്ട് പറയും. സോ ഒന്ന് ആലോചിച്ച് നോക്കൂ. നിങ്ങൾ കടം കൊടുത്താലുള്ള വലിയൊരു അപകടം പറഞ്ഞുതരാം. നിങ്ങളുടെ ലാഭം, നിങ്ങൾ ബിസിനസ് ചെയ്യുന്ന എന്തിനാണോ ആ ഒരു ലക്ഷ്യം തന്നെ ഇല്ലാതാക്കുന്നതാണ് ഈ പറയുന്ന കടം കൊടുപ്പ് എന്ന് പറയുന്ന പരിപാടി. നിങ്ങൾക്ക് ഡെയിലി 1,00,000 രൂപ സെയിൽസ് ഉണ്ടെന്ന് കരുതുക. നിങ്ങൾക്കതിൽ 10% നിങ്ങളുടെ നെറ്റ് പ്രോഫിറ്റ് എന്ന് കരുതുക. അതായത് 1,00,000 രൂപയുടെ സെയിൽസിൽ നിങ്ങൾ 20,000 രൂപ കടം കൊടുക്കുന്നു. അതിൽ 10,000 നിങ്ങൾക്ക് കിട്ടും, തിരിച്ചു കിട്ടുന്ന കടവ. മറ്റത് ഇങ്ങനെ റോൾ ചെയ്ത് കിടക്കും. അവന് പറയും ഇപ്പൊ കാശില്ല പിന്നെ വാ അതായതാന്ന് പറയും. അതായത് നിങ്ങൾ 1,00,000 രൂപയുടെ സെയിൽ ചെയ്തിട്ട് നിങ്ങൾക്ക് നഷ്ടമാണ്. അതായത് നിങ്ങളുടെ ലാഭം വല്ലവനും കടം വാങ്ങിച്ചു കൊണ്ടുപോയി അത് പിന്നെ കിട്ടാക്കടമായിട്ട് മാറുന്നു. അത് ആ കാശ് തിരിച്ച് കിട്ടാൻ വേണ്ടി വീണ്ടും അവന് കടം കൊടുത്തുകൊണ്ടിരിക്കുന്നു. അവൻ ചെറിയ പൈസ ഇങ്ങോട്ട് തന്നുകൊണ്ടിരിക്കുന്നു. സോ ചിലർ പറയും നമുക്ക് ഞങ്ങളുടെ പ്രോഡക്റ്റ് ക്രെഡിറ്റ് കൊടുത്തില്ലെങ്കിൽ ആരും വാങ്ങിക്കത്തില്ല, അല്ലെങ്കിൽ ഞങ്ങളുടെ ഇൻഡസ്ട്രിയിൽ ക്രെഡിറ്റ് കൊടുക്കാതെ പറ്റത്തില്ല എന്ന് പറയുന്നവരുണ്ട്. സോ അങ്ങനെ ക്രെഡിറ്റ് കൊടുക്കാതെ കച്ചവടം നടക്കത്തില്ല എന്ന അവസ്ഥയാണെങ്കിൽ നിങ്ങൾ ആ പ്രോഡക്റ്റ് പിന്നെ നിങ്ങൾ സെയിൽ ചെയ്യരുത്. നിങ്ങൾ വേറെ പ്രോഡക്റ്റ് എടുക്കും. നിങ്ങൾ ബിസിനസ്മാൻ ആണ്. നിങ്ങൾ ഇന്ന പ്രോഡക്റ്റ് മാത്രം ചെയ്തു കൊള്ളാം എന്ന് നിങ്ങൾ ആർക്കും വാക്ക് കൊടുത്തിട്ടില്ല. നിങ്ങളുടെ ഉദ്ദേശം പ്രോഫിറ്റ് ഉണ്ടാക്കുക, ബിസിനസ് വളർത്തുക എന്നതാണെങ്കിൽ പിന്നെ ക്രെഡിറ്റ് കൊടുക്കാൻ ആൾക്കാർ എടുക്കത്തില്ല എന്ന് പറയുന്ന പ്രോഡക്റ്റിനെ മാറ്റുക, പുതിയ പ്രോഡക്റ്റ് അല്ലെങ്കിൽ വേറെ ഏറ്റവും കൂടുതൽ ഡിമാൻഡുള്ള മറ്റൊരു പ്രോഡക്റ്റിലേക്ക് നിങ്ങൾ മൂവ് ചെയ്യുക. അതാണ് ഏറ്റവും എളുപ്പ വഴി. അല്ലാതെ കടം കൊടുത്ത് മുടിയരുത്. പലരും ബിസിനസ് അവസാനിപ്പിക്കാൻ പറ്റാത്തത് പലപ്പോഴും ഈ കടം ഞങ്ങൾ അവസാനിപ്പിച്ചാൽ പിന്നെ കിട്ടാനുള്ള മാർക്കറ്റിൽ നിന്ന് കിട്ടാനുള്ള കടം കിട്ടത്തില്ലെന്ന് പറയും. ഇനി മാത്രമല്ല വേറൊരു കാര്യമുണ്ട്. ചിലപ്പോൾ പറയും ഈ ബിസിനസ് ഞാൻ സ്റ്റോപ്പ് ചെയ്ത് മൊത്തം ഒരു പ്രോഫിറ്റും ഇല്ല, ആകെപ്പാടെ പൊട്ടിപ്പാളിച്ചായി ഞാൻ ബിസിനസ് സ്റ്റോപ്പ് ചെയ്ത്, പക്ഷെ മാർക്കറ്റിൽ ഇത്ര ലക്ഷം കിടപ്പുണ്ട്. ആര് തരും? ആരും തരത്തില്ല, ആരും തരാൻ പോകില്ല. അതുകൊണ്ട് തന്നെ ഒരു കാരണവശാലും കടം കൊടുക്കരുത്.